അപ്പോൾ നമ്മൾ കോമ്പറ്റീഷൻ ഡേയുടെ അന്ന് നമ്മൾ രാവിലെ എണീറ്റു, വാട്ടർ കട്ടൊക്കെ ചെയ്ത് കിടക്കുകയായിരുന്നു. അപ്പോൾ ബോഡിയൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എണീറ്റിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് റെഡി ആവാനുണ്ട്. എപ്പോഴാണ് നമുക്ക് വിളി വരിക എന്ന് പറയാൻ പറ്റില്ല. തൊട്ടടുത്ത് തന്നെ റൂം എടുത്തിട്ടുള്ളത്. എന്നാലും വിളി വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് പോകണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി കണ്ണടിയിലൊക്കെ നോക്കി, ഓക്കെ കുഴപ്പമൊന്നുമില്ല, ബോഡിയൊക്കെ നല്ല ഡ്രൈ ആയി കിടക്കുന്നുണ്ട്. വാട്ടർ കട്ടിങ്ങിനുള്ള ഗുണമുണ്ട്. ബാത്റൂമിൽ പോയി ഫ്രഷായിട്ട് വരാം. നേരെ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി വന്ന് നമുക്കൊന്നും കൂടെ ഒന്ന് യൂറിനും ഒന്ന് ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടെ ഫ്രഷായി കിട്ടുന്നുള്ള മൈൻഡിൽ. പക്ഷെ ഒന്നും നടന്നിട്ടില്ല, യൂറിനൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു, നല്ല ദാഹമുണ്ട്. അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല. ദാഹിച്ചിട്ട് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല, വാട്ടർ കട്ട് തലേ ദിവസം തുടങ്ങിയതാണ്. അപ്പോൾ നേരെ പോയിട്ട് നമ്മൾ റൈസ് കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കാർബ് ലോഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് റൈസ് കേക്കും നല്ല ക്രഞ്ചി പീനട്ട് ബട്ടർ ഉണ്ടായിരുന്നു. നമ്മൾ മലപ്പുറത്ത് നിന്ന് വാങ്ങിയതാണ്, റോയൽ പ്രോട്ടീൻ ഹബ്ബിൽ നിന്ന് വാങ്ങി വെച്ചതായിരുന്നു. ഓൾറെഡി ഇതിന് കണ്ടറിഞ്ഞ് വാങ്ങിയതായിരുന്നു. അപ്പോൾ നമുക്ക് കൂണിങ് ഗ്ലാസ്സൊക്കെ ഇട്ട് നോക്കിയപ്പോൾ വേറൊരു ലുക്ക്, അപ്പോൾ രസമായി തോന്നിയത്. അതിൽ നേരെ എന്ത് ചെയ്തു, നമ്മൾ ആ പീനട്ട് ബട്ടർ റൈസ് കേക്കിലോട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. നല്ല ക്രഞ്ചി ചോക്ലേറ്റ് ആണ്. നമുക്കിത് എടുത്ത് തന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പീരീഡ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഡയറ്റ് പീരീഡൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കഴിക്കും, അത് വേറെ വിഷയം. പക്ഷേ ഞാൻ കുറച്ച് ബാക്കി വയ്ക്കാൻ പറഞ്ഞിരുന്നു അവരുടെ അടുത്ത് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്. പിന്നെ തേനും മധുരത്തിനോട് ഭയങ്കര ടെൻഡൻസി കൂടുന്നുണ്ട്. ഏതായാലും ഡയറ്റ് കഴിയണ വരെ പിടിച്ചേക്കണം. അപ്പോൾ നല്ല തേന ഇവിടെ കുറച്ചൊരു തേനുണ്ട്, മെല്ലെ കവർ ചെയ്തിട്ട് അത് വെച്ചിട്ടൊന്ന് കഴിച്ചു. അങ്ങനെ രാവിലത്തെ കാർബ് ലോഡ് എന്നുള്ള മൈൻഡിൽ നല്ല കാർബ് ലോഡൊക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് വാമ്പൊക്കെ ചെയ്ത് നോക്കണം. ഒന്ന് വാമ്പൊക്കെ ചെയ്ത് പമ്പാക്കിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാനെന്നുള്ളൊരു മൈൻഡിലായിരുന്നു. അപ്പോൾ കണ്ണാടിൻ്റെ മുന്നിൽ നിന്നിട്ട് പോരാൻ തോന്നുന്നില്ല. നല്ല രസമാണ് ഈ വാട്ടർ കട്ട്. ലാസ്റ്റ് വീക്ക് നമ്മളെ ബോഡിയുടെ ചേഞ്ച് കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കര രസം തോന്നുക. അപ്പോൾ എന്ത് ചെയ്തു, നല്ല നൈസായിട്ട് കാർബൊക്കെ ലോഡ് ചെയ്ത് പോകാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ ഷോർട്ട്സൊക്കെ എടുത്തിട്ടു, ജാക്കറ്റ് ഇട്ടിട്ട് പോകാമെന്നുള്ളൊരു മൈൻഡിലാണ്. അപ്പോൾ ആദ്യം ഒരു ടീഷർട്ട്, പഴയ ടീഷർട്ട്, ഇനിയിപ്പോൾ ടാനൊക്കെ ആയി കഴിഞ്ഞാൽ അത് കളയാലോ എന്നുള്ള, ടാനിങ്ങൊക്കെ അവിടുന്ന് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടീഷർട്ടൊക്കെ ഇട്ട് പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കണം, വൈഫിന് എന്തെങ്കിലും വാങ്ങി കൊടുക്കണമല്ലോ, നമ്മളത് മാത്രം നോക്കിയാൽ പോരാ. അങ്ങനെ എന്ത് ചെയ്തു, ജാക്കറ്റ് ഇട്ട് മെല്ലെ നമ്മൾ എന്ത് ചെയ്യാണ്, പുറത്തോട്ട് ഇറങ്ങുകയാണ്. വൈഫിനെയും കൊണ്ടാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. അവൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കണം. നമ്മൾ പിന്നെ റൈസ് കിട്ടിക്കഴിഞ്ഞാൽ റൈസും മധുരക്കിഴങ്ങാണ് പ്ലാൻ. പക്ഷേ ഇവിടെ മധുരക്കിഴങ്ങ് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളെ ഉരുളക്കിഴങ്ങുണ്ട്, അത് കഴിക്കാൻ തൽക്കാലം. അങ്ങനെ ആ ഒരു മൈൻഡിൽ നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. റിസപ്ഷനെ വിളിച്ചിരുന്നു, വീണ്ടും റൂം എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റീഷൻ്റെ ആണ്, വാട്ടർ കട്ടിലാണ്. അപ്പോൾ നല്ല വെയിലാണ്. ഫുഡ് കഴിക്കാൻ പോകാനുള്ള പരിപാടിയൊക്കെ. ഇവിടെ നമ്മൾ സ്ഥിരം കട ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് വേണ്ട റൈസാണ്, റൈസ് കഴിക്കാൻ പോകല്ലേ. അപ്പം ഇവിടുന്നാണ് നമ്മൾ ഡെയിലി ഫുഡൊക്കെ കഴിക്കല്. മേലെ ഇഡ്ഡലി കട ഉണ്ട്. ഇന്നലെ ഇഡ്ഡലി കഴിച്ചു, ഇന്ന് ഇഡ്ഡലി കഴിക്കാൻ പോകണില്ല, നമ്മൾ റൈസ് മാത്രം ഫോക്കസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ പോയി നോക്കാം. ഇവിടുത്തെ ചായ നല്ല രസമുള്ള ചായ ഉണ്ടോ, നല്ല അടിപൊളി ചായയാണ്, നല്ല മസാല ചായ ഒക്കെയാണ്. അപ്പം നമ്മൾ റൈസാണ് ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്ത് പോണത്. റൈസ് എവിടെ കിട്ടുന്നുള്ളത്. ഇന്ന് കുറേ കടകൾ തുറന്നിട്ടില്ലല്ലോ, ഇന്ന് ഞായറാഴ്ച ആയിട്ടാവും ചിലപ്പോൾ. ഇത് പോയി നോക്കാം. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ റൈസ് കഴിച്ചത്. ഇന്ന് ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ്. കേക്കിനൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ടോ. 149 രൂപ തുടങ്ങുന്നുണ്ട്. ഹാഫ് kg 249, 1 kg കേക്കിന് 1599, കസ്റ്റമൈസ് കേക്ക് സ്റ്റാർട്ട് 799, ഫോട്ടോ കേക്കിന് 2 kgക്കും 799. കേക്കിനോട് വില കുറവാണ്. ഓക്കെ, നമ്മളെ ഫുഡിന് ആളിപ്പോൾ വരും, ഓർഡർ എടുക്കാൻ വരും. അപ്പൊ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള ഫുഡ്. റൈസ് ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്,
പ്യാജ് ഉള്ളി, ഇതാണ് നമ്മുടെ ഫുഡ്. അവൾക്കുള്ള ഫുഡ് ചപ്പാത്തിക്കൊക്കെ പറഞ്ഞിട്ട് എത്തിയിട്ടില്ല. ഇതാണ് നമ്മുടെ ഫുഡ്. ഉരുളക്കിഴങ്ങും ചോറും. കറി ഐറ്റംസ് ഒന്നും കൂട്ടാൻ പറ്റൂല, കാരണം വാട്ടർ കട്ടിലാണ്. വെള്ളമില്ല, ലിക്വിഡ് ടൈപ്പ് ഒന്നുമില്ല, ഓൺലി ഡ്രൈ ആയിട്ടുള്ള ഫുഡ് മാത്രം. അപ്പൊ അതുകൊണ്ട് റൈസും ആലു. ഓക്കെ, मीठा है, मीठा वाला है, तो दे दो, देखेगा. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കോമ്പറ്റീഷൻസ് എത്തിയിട്ടുണ്ടോ എന്നറിയില്ല, പോയി നോക്കാം. അപ്പോൾ അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്, ലഞ്ചുണ്ട്, ബോഡി ബിൽഡർമാർക്ക് ഫുഡുണ്ട്, ചിക്കനും റൈസും എഗ്ഗും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി ലൈൻ നിന്നു. ബോഡി ബിൽഡർമാർക്ക് മാത്രമേ ഉള്ളൂ, അത്ലറ്റിക്സിന് മാത്രമേ കൊടുക്കണുള്ളൂ. വൈഫിനൊന്നും കിട്ടില്ല. ഞാൻ വൈഫിനെ കിട്ടുമെന്ന് കൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു ലേഡിയാണ് തരുന്നത്, എന്താകുമോ എന്തോ. അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ കിട്ടിയിട്ടുണ്ട് ഫുഡ്. വൈഫുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വൈഫിനും കൂടെ ഒരു ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്, ആ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയായിട്ട് നേരെ പോവാണ് റൂമിലോട്ട്. അപ്പോൾ വൈഫിന് ആ ഫുഡ് എന്തായാലും പറ്റില്ല. ഓൾക്കൊരു ബിരിയാണി ഓർഡർ ചെയ്യാമെന്നുള്ള പ്ലാനിൽ അടുത്തൊരു ഹോട്ടലിൽ കയറി. വമ്പ ഹോട്ടൽ, ബിരിയാണിക്കൊക്കെ 300 രൂപയോളം റേറ്റ് വരുന്നുണ്ട് ഒരു ബിരിയാണിക്ക്. ചിക്കൻ ബിരിയാണി എല്ലായിടത്തും ഇവിടെ വെജിറ്റേറിയനാണ് അധികം ഉള്ളത്. പിന്നെ ഇവിടെ കയറിയപ്പോൾ ഇവിടെ നല്ല ഇത് കിട്ടി, നമുക്ക് എന്താ പറയുക, ബിരിയാണി കിട്ടി. അങ്ങനെ ഒരു ബിരിയാണി വാങ്ങി റൂമിൽ പോവാണ്. ബില്ലടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ, സാധനം എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ബില്ല് വന്നിട്ടുണ്ട്. നമ്മൾ പാർസലാണ്, അല്ല കഴിക്കാനാണ് പ്ലാൻ ഇട്ടത്, പക്ഷെ വന്നത് പാർസലാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ കിട്ടി. നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതുപോലത്തെ ഫുഡാണ് നമുക്ക് വരുന്നത്, കാണിച്ചു തരാം. റൈസും ചിക്കനും മുട്ടയും എഗ്ഗും ഉണ്ട്. അതാണ് നമ്മുടെ ഫുഡ്. എന്താണ് നമുക്ക് ബോഡി ബിൽഡിങ്ങിൽ അവിടുന്ന് കിട്ടുന്ന ലഞ്ച്. മുട്ടയുണ്ട്, ചിക്കൻ ഉണ്ട്, റൈസ് ഉണ്ട്, ഇച്ചിരി സാലഡും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫുഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കഴിക്കും, പക്ഷെ വൈഫിന് ഇതൊന്നും പറ്റില്ല, ഉപ്പില്ലാത്ത സാധനങ്ങളാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ചിക്കൻ ജ്യൂസും മുട്ടയൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ ഒക്കെ ബിരിയാണി വാങ്ങി കൊടുക്കാൻ വിചാരിച്ചു. നല്ല പോകണം, നല്ല റേറ്റാണ് ഇവിടെ, എല്ലാ സാധനത്തിനും നല്ല റേറ്റാണ്. അങ്ങനെ വീണ്ടും റൂമിൽ പോയി ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴേക്കും നമ്മളെ കോമ്പറ്റീഷൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നേരെ ടാനിങ്ങിൻ്റെ ഏരിയയ്ക്ക് വന്ന് നമുക്ക് നല്ല ടാൻ ചെയ്ത് തരുന്നുണ്ട്. 2 കോട്ടിംഗ് ആയിട്ടാണ് ചെയ്ത് തരുന്നത്. ആദ്യം കളറും പിന്നെ അതിൻ്റെ മേലെ ഒരു ഗ്ലേസിങ്ങും ചെയ്തെടുക്കും. ഇതാണ് ടാനിങ് ടൈപ്പ്. ഇതുപോലത്തെ ടാൻ ചെയ്തിട്ടുള്ളത് വെറൈറ്റി ടാനാണ്, കാണുമ്പോൾ നല്ല രസമുണ്ട്. അങ്ങനെ ടാനിങ് ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് വാമപ്പ് ചെയ്ത് ഒന്നിങ്ങനെ പോവാണ്. വാമപ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ നേരെ നമ്മൾ ടൈമായിട്ടുണ്ടെങ്കിൽ നേരെ സ്റ്റേജിലേക്ക് വിളിച്ചു. സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ അവിടെ നോക്കിയപ്പോൾ വാമ്പം ടീമാളാണ്, ഒരു രക്ഷയില്ല. പെരും സൈസ് കട്ടക്കുറ്റി സാധനങ്ങളായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഓരപ്പം നിന്ന് നമ്മൾ പോസ്റ്റ് ചെയ്ത് കൊടുത്തു.